ഡേവിഡ് തരകൻ ആദ്യം അഭിനവനെ ആ ഫോട്ടോയിൽ നോക്കി. പിന്നെ കണ്ണുകൾ ഉയർത്തി നിശാന്തിനെ നോക്കി. ഈ ഫോട്ടോയിൽ ഇവന്റെ മുഖം മുഴുവൻ കാണുന്നില്ലല്ലോ നിശാന്ത്. അത് പറയുമ്പോൾ തരകന്റെ ശബ്ദം വിറച്ചു. അഭിനവന്റെ മുഖം ഇരുട്ട് മൂലം പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വാഹനത്തിന്റെ ഹെഡ്ലാമ്പിൽ ചുവന്ന വെളിച്ചം അവന്റെ സൈഡ് പ്രൊഫൈൽ പതിച്ച് അവന്റെ മുഖം അല്പമെങ്കിലും കാണാൻ കഴിയുമായിരുന്നു. ആ മുഖത്തെ രൗദ്രഭാവം കണ്ടപ്പോൾ തരകന് സഞ്ജയ് ഓർമ്മ വന്നു. അതുകൊണ്ടായിരുന്നു തരകന്റെ ശബ്ദം വിറച്ചത്. സാർ, അത് രാത്രി സമയമായിരുന്നല്ലോ, അതുകൊണ്ട്. നിശാന്തിന്റെ അടിസ്ഥാനരഹിതമായ ന്യായീകരണം കേട്ടതും തരകന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. നീ എന്താടാ പൊട്ടനാ? നിന്റെ മൊബൈൽ ടോർച്ചില്ലേ, അതിട്ടിട്ട് ഫോട്ടോ എടുക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്തിനാണ് ഈ രാത്രി പോയി ഫോട്ടോ എടുത്തത്? നിനക്കൊന്നും അവനെ പോയി പകല് കാണാൻ പറ്റില്ലായിരുന്നു, കഴുത. തരകന്റെ ദേഷ്യം നിറഞ്ഞ ആ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. അത് കേട്ട് അയാളുടെ മുന്നിൽ നിന്ന് നിശാന്ത് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ദേഷ്യം വന്നാൽ എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാണ് തരകനെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ട്. വിറച്ചുകൊണ്ട് നിശാന്ത് യാചിക്കാൻ തുടങ്ങി. സാർ, സോറി സാർ, അടുത്ത തവണ ഇങ്ങനെ സംഭവിക്കില്ല സാർ. അത് കേട്ട് തരകൻ അസ്വസ്ഥതയോടെ തലയൊന്നു കുടഞ്ഞു. ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. നീ ഒന്നും ഇനി ഞാൻ വിളിക്കുന്നതുവരെ അകത്ത് വരണ്ട, തരകൻ പറഞ്ഞു. അത് കേട്ട് തലയും താഴ്ത്തി നിശാന്ത് ഉടനെ തന്നെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ സമയം ഡേവിഡ് തരകൻ വിയർപ്പ് തുടച്ചുകൊണ്ട് സിഗാർ കത്തിച്ചു. അപ്പോൾ ഞാൻ കേട്ടത് ഗോസിപ്പല്ല, അവൻ ശരിക്കും വന്നിരിക്കുന്നു, ടൈഗർ. അയാളുടെ ശബ്ദമിടറി. ഇതേ സമയം മറുവശത്ത് അഭിനവന്റെ മുഖം വാടിയിരുന്നു. കാരണം അവൻ ഇഷ്ടപ്പെട്ട ജോലിയല്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പ്രോട്ടോണിൽ വേറെ ഏതെങ്കിലും ഒഴിവില്ലേ മാഡം? അവൻ വീണ്ടും ചോദിച്ചു. സോറി മിസ്റ്റർ വർമ്മ, പക്ഷെ നിങ്ങളുടെ സ്കിൽ സെറ്റിന് അനുയോജ്യമായ ഒഴിവുകൾ ഇപ്പോൾ പ്രോട്ടോണിലില്ല. നിങ്ങൾക്കിപ്പോൾ ഇമേജിംഗ് സെക്യൂരിറ്റീസിന്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. കാരണം ഇതിനകം തന്നെ ആ ജോലിക്ക് വേണ്ടി ധാരാളം പേര് ക്യൂ നിൽക്കുന്നുണ്ട്. റാണിയുടെ വാക്കുകൾ കേട്ട് അഭിനവന് ദേഷ്യം വന്നു. ഒരു നിമിഷം അവൻ തന്റെ ടൈഗർ എന്ന ഐഡന്റിറ്റി കാണിച്ച് റാണിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയാലോ എന്നുവരെ ചിന്തിച്ചു. പക്ഷെ ഇപ്പോൾ ശാന്തമായി ചിന്തിക്കേണ്ട സമയമാണ് എന്നവനറിയാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വിക്രമനോട് വിളിച്ചു പറഞ്ഞ് ഇവിടെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്രമന്റെ അടുത്ത് എനിക്ക് എങ്ങനെയാണ് ഇത്രയും സ്വാധീനം വന്നത് എന്ന് ഓരോരുത്തരും അന്വേഷിക്കാൻ തുടങ്ങും. അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. റാണിയെ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് മറ്റൊരു കമ്പനിയിൽ ചേർന്നാലും കുഴപ്പമില്ല, അഭി ചിന്തിച്ചു. ശരി, ഞാൻ ഈ ഓഫർ സ്വീകരിക്കുന്നു. അവൻ പറഞ്ഞത് കേട്ടതും റാണി അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഗുഡ്, എന്തായാലും മാനേജർ സ്ഥാനമല്ലേ, അതത്ര മോശമൊന്നുമല്ല, റാണി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം പ്രീതിയോട് അവനെ കൊണ്ടുപോകാൻ ആംഗ്യം കാണിച്ചു. ഇമേജിംഗ് സെക്യൂരിറ്റീസ് എന്ന പുതിയ കമ്പനിയിൽ എത്തിയപ്പോൾ അഭിനവ് അത് വളരെ ചെറിയൊരു കമ്പനിയാണെന്ന് മനസ്സിലായി. റാണി അവനെ നേരിട്ട് മാനേജർ സ്ഥാനത്തേക്ക് നിയമിച്ചത് വെറുതെയല്ല. ഈ ചെറിയ കമ്പനിയുടെ മാനേജർ ആകുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നവന് മനസ്സിലായി. എവരിവൺ പ്ലീസ് ലിസൺ. മിസ്റ്റർ അഭിനവ് ഈ കമ്പനിയിൽ ചേർന്നിരിക്കുന്നു. ഇദ്ദേഹമാണ് നിങ്ങളുടെ പുതിയ മാനേജർ. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തെ അറിയിക്കണം, മനസ്സിലായോ? പ്രീതി ഇമേജിംഗ് സെക്യൂരിറ്റീസിലെ എല്ലാ ജീവനക്കാരെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി പറഞ്ഞു. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം 50-ൽ താഴെയായിരുന്നു. അതിൽ നിന്ന് തന്നെ ഇതൊരു ചെറിയ സെറ്റപ്പ് ആണെന്ന് അഭിക്ക് മനസ്സിലായി. യെസ് സാർ, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ഹലോ ഓൾ, എന്നെ സ്വാഗതം ചെയ്തതിന് നന്ദി. ഏതൊരു ബിസിനസിന്റെ വിജയം ആളുകളുടെ ഒത്തൊരുമയാണ്. ഇവിടെ എനിക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഈ കമ്പനിയെ വിജയത്തിലേക്ക് നയിക്കും, അഭിനവ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് ഓഫീസിൽ കയ്യടികൾ മുഴങ്ങി. ഇതുവരെ ഒരുപാട് മാനേജർമാർ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അഭിനവിനേക്കാളും എനർജറ്റിക്കായി ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അഭിനവിന്റെ പെരുമാറ്റത്തിൽ ഇംപ്രസ്ഡായി. പ്രീതി ഇതെല്ലാം ചിരിയോടെ നോക്കിക്കണ്ടു. നിങ്ങളുടെ മാനേജരെ നിങ്ങൾക്ക് വിട്ടുതിരികയാണ്. അദ്ദേഹത്തിന് ആരെങ്കിലും ക്യാബിൻ കാണിച്ചു കൊടുക്കൂ. ഞാൻ പ്രോട്ടോണിലേക്ക് തന്നെ തിരികെ പോവുകയാണ്, പ്രീതി പറഞ്ഞു. അവൾ അഭിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് അവിടെ നിന്ന് പോയി. അഭിനവ് അവൾ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ നിന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. സർ, വരൂ, നമുക്ക് മാനേജറുടെ ക്യാബിനിലേക്ക് പോകാം. അഭിനവ് തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ പാൻറ്റും ഷർട്ടും ധരിച്ച ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ ID കാർഡിൽ ദേവിക എന്നെഴുതിയിരിക്കുന്നത് അഭി വായിച്ചു. യെസ്, നമുക്ക് പോകാം. ദേവികയെ പിന്തുടർന്ന് അഭിനവതിന്റെ ക്യാബിനിലേക്ക് നടന്നു. ഉടനെ എല്ലാ ജീവനക്കാരും അവരവരുടെ ഡെസ്കുകളിലേക്ക് മടങ്ങി. പുതിയ മാനേജറുടെ വരവ് എല്ലാവരുടെ മുഖത്തൊരു തിളക്കം നൽകി, ചിലർക്കൊഴികെ. തന്റെ ക്യാബിനിൽ എത്തിയപ്പോൾ അഭിനവ് അവിടെ എല്ലാം നോക്കിക്കണ്ടു. അത് വളരെ ചെറുതാണെന്ന് അവന് തോന്നി. ഒരു മേശയും ഓഫീസ് ചെയർ വിട്ടപ്പോൾ തന്നെ ആ റൂമിന്റെ 1/4 ഭാഗവും നിറഞ്ഞു. അഭി തന്റെ കസേരയിൽ ഇരുന്നതും അവന്റെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ അലീനയുടെ പേര് തിരഞ്ഞു. ശരി ദേവിക, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകാം.
ആൻഡ് താങ്ക്സ്. ചിരിയോട് അവൻ ദേവികയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവിക പുറത്തേക്ക് നടന്നു. അവൾ അവിടെ നിന്ന് പോയി എന്ന് കണ്ടതും അഭിനവ് ഫോൺ എടുത്തു. ഹലോ നന്ദിത, ചിരിയോട് അഭി വിളിച്ചു. അത് കേട്ടപ്പോൾ അലീനയുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. നിന്റെ വായിന്ന് എൻ്റെ ആ പഴയ പേര് കേൾക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഞാൻ വിളിച്ച കാര്യം പറയാം. ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, അവൾ ചോദിച്ചു. അലീനയ്ക്ക് എന്താവും തന്നോട് ഡിസ്കസ് ചെയ്യാനുള്ളതെന്നോർത്ത് അഭിനവിന് ഒരു നിമിഷം ആശ്ചര്യം തോന്നി. അതെ, ഞാൻ ഫ്രീ ഒക്കെ തന്നെയാണ്. പക്ഷെ എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? അഭി ചോദിച്ചു. അത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വൈകുന്നേരം ഫ്രീ ആണല്ലോ അല്ലേ? അപ്പൊ പിന്നെ വന്നിട്ട് പറയാം. എവിടേക്കാണ് വരേണ്ടതെന്ന് ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടേക്കാം, അലീന പറഞ്ഞു. അവൻ അത് സമ്മതിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയ ഫയലുകളുടെ കെട്ടുകളുമായി ഒരു ജീവനക്കാരൻ അഭിനവിന്റെ ക്യാബിനിലേക്ക് വന്നു. സാർ, ഇതാണ് കമ്പനിയുടെ എല്ലാ റിപ്പോർട്ടുകളും. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ശരി സാർ, ഞാൻ പോകുന്നു. ഫയലുകളെല്ലാം അബിയുടെ ടേബിളിൽ വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അഭിനവ് തലയാട്ടി. സ്റ്റാഫ് അവിടെ നിന്ന് പോയതും അവൻ ആ ഫയലുകൾ ഓരോന്നായി നോക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവന് കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം മനസ്സിലായി. കമ്പനി നഷ്ടത്തിലാണെന്ന് മാത്രമല്ല, കണക്കുകളിലും ധാരാളം ക്രമക്കേടുകളുണ്ടെന്ന് അബി ഇതിനകം തന്നെ മനസ്സിലാക്കി. അബി ഡെസ്കിലെ ടെലിഫോൺ ഉപയോഗിച്ച് നേരിട്ട് അക്കൗണ്ടന്റിനെ വിളിച്ചു. എൻ്റെ ക്യാബിനിലേക്ക് വരൂ, പെട്ടെന്ന് വേണം, അവൻ അയാളോട് ഗൗരവത്തോടെ പറഞ്ഞു. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ക്യാബിന്റെ വാതിലിൽ ആരോ മുട്ടി. അവൻ അകത്തേക്ക് വരാൻ പറഞ്ഞു. ഒരു പെൺകുട്ടി ഉടനെ അകത്തേക്ക് കയറി വന്നു. ഹലോ സാർ, ഞാൻ മായ, പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളാണ് അക്കൗണ്ട്സിലുള്ളത്? അഭിനവ് ചോദിച്ചു. അയ്യോ അല്ല സാർ, ഞാൻ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റാണ്. നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഈ സമയം മായയുടെ പിന്നിലായി ഒരാൾ വന്നു നിന്നു. സാർ, ഞാൻ ജതിൻ, അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണ്. വാതിക്കൽ നിന്ന് സൂട്ട് ധരിച്ച ആ മനുഷ്യൻ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, നിങ്ങളാണോ ജതിൻ? അകത്തേക്ക് വരൂ, അബി അയാളെ നോക്കി പറഞ്ഞു. ജതിൻ വാതിലടച്ച് ക്യാബിനിലേക്ക് വന്നു. മായ അവനെ നോക്കി. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, അവൾ ഉള്ളിൽ പറഞ്ഞു. ഡെസ്കിന്റെ മറുവശത്തിരുന്ന അഭിനവ് ആദ്യം ജതിന്റെ സൂട്ട് മുഴുവൻ നോക്കി. പിന്നെ കയ്യിൽ ധരിച്ചിരുന്ന വില കൂടിയ വാച്ചിലേക്കും അബിയുടെ നോട്ടമെത്തി. നല്ല വാച്ച്, ബ്രാൻഡഡ് ആണല്ലേ, പക്ഷെ ഇത് സമയം ശരിക്കും കാണിക്കുന്നില്ലല്ലോ മോനെ, അബി പറഞ്ഞു. ക്ഷമിക്കണം സാർ, സാർ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജതിൻ ആകെ കൂടി ആശയക്കുഴപ്പത്തിലായി. തന്റെ വാച്ച് പ്രോപ്പറായി നടക്കുന്നില്ല എന്ന് പറയുമായിരുന്നു. പ്രോപ്പറായി സമയം കാണിച്ചിരുന്നെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിൽ ഇനി 2 ആഴ്ചത്തേക്കുള്ള പണം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞതാ. അവന് ഒരു ഫയൽ ജിതിന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇല്ല സാർ, പ്രശ്നമില്ല സാർ, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നമുക്കത് ഈസിയായിട്ട് മാനേജ് ചെയ്യാം. ജിതിന്റെ ഹൃദയമെടുപ്പ് കൂടി. അഭിനവന്റെ കയ്യിലെത്താൻ പാടില്ലാത്ത ഫയലുകൾ എത്തിയിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ശരി, എങ്ങനെ മാനേജ് ചെയ്യുന്നു കൂടി താൻ പറഞ്ഞതാ. 5 കോടിയുടെ സാധനം ഇങ്ങനെ വിറ്റു. അതിൽ 1 കോടി രൂപ മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. ബാക്കി 4 കോടി നിങ്ങളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകുമോ? അഭിനവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മായും അവന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഭയന്ന് 2 സ്റ്റെപ്പ് പിന്നോട്ട് മാറി. സർ, പ്ലീസ് റിലാക്സ്, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചതാണ്. ജിതിൻ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അഭിനവ് അത് കേട്ടില്ല. ഷട്ട് അപ്പ്, യു ആർ ഫയർഡ് ജിതിൻ, അബി അലറിക്കൊണ്ട് പറഞ്ഞു. സാർ, സാർ, ദയവായി എന്നെ പുറത്താക്കരുത് സാർ. ജിതിൻ കൈകുപ്പി യാചിക്കാൻ തുടങ്ങി. പക്ഷെ അഭിനവ് അവനോട് ഒട്ടും ദയ കാണിച്ചില്ല. ഗെറ്റ് ഔട്ട് റൈറ്റ് നൗ, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. അഭിനവിന്റെ ശാസന കേട്ട് ജിതിൻ ആകെ വിഷമിച്ചുകൊണ്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി. അഭിനവിന് അവന്റെ ജോലി കളഞ്ഞതിൽ സങ്കടം തോന്നിയെങ്കിലും ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം നടത്താൻ ടൈഗറിനെ പോലെ ഗർജിക്കണമെന്ന് അവന് മനസ്സിലായി. കുറച്ചു നിമിഷങ്ങൾ ചിന്തിച്ച ശേഷം അഭിനവിന്റെ നോട്ടം മായയിൽ പതിഞ്ഞു. അവൾ ഒരു മൂലയിൽ ആകെ ഭയന്ന് നിൽക്കുകയായിരുന്നു. മായയല്ലേ, എനിക്കൊരു സെക്രട്ടറി ആവശ്യമുണ്ട്. ഇപ്പോ അക്കൗണ്ടിന്റെ സ്ഥാനം ഒഴിവുണ്ട്. ആ 2 പോസ്റ്റിലേക്കും ആളെ വേണം. എന്നുടനെ പരസ്യം നൽകൂ. എത്രയും പെട്ടെന്ന് പുതിയ എംപ്ലോയീസ് ചാർജ് എടുക്കണം, അബി ഗൗരവത്തോടെ പറഞ്ഞു. തീർച്ചയായും സാർ, മായ ഉടനെ തന്നെ ജാഗ്രതയോടെ മറുപടി നൽകി. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, മായ പരിഭ്രമത്തോടെ പറഞ്ഞു. മായയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ.